ലൗതറാറോ. നിങ്ങളൊക്കെ ആദ്യമേ സ്പെയിൻ തന്നെ ആയിരുന്നോ? ഓ, ഫെർണാണ്ടോ ടോറസ് ഉള്ള കാലത്തായതാണ്. ഇന്നലെ ബ്രസീൽ സ്പെയിൻ ആയതല്ല, ഇത് ആദ്യ സ്പെയിൻ എന്നാ. ഇന്നലെ കണ്ടപ്പോ മാറിയല്ല. ഇവിടുന്ന് ഇവിടെ വന്ന് സ്പെയിനിന്റെ ജയിച്ചിട്ട് വന്ന പറഞ്ഞ് അർജന്റീന ജയിച്ചിട്ട് പോയിക്കോ, കംബാക്ക് വരും വന്നല്ലോ. എവിടെ കടക്കാരനും ഇല്ല, കംബാക്കും ഇല്ല. ബോള് കിട്ടണ്ടേ കളിക്കാന്? ബോള് കിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ എവിടെ വരെ ഇങ്ങനെ പോകും? എവിടെ വരെ ഇങ്ങനെ പോകുന്നത്? ആഘോഷമായിട്ട് പാലം ഫുള്ള്, പുതിയ പാലം ഫുള്ള് നമ്മൾ കറങ്ങും. പുതിയ പാലം. പക്ഷേ സ്ട്രെങ്ത് കുറച്ച് കുറവല്ലേ നിങ്ങളെ സ്പെയിൻ ആരാധക? എന്ത് കുറവ്? ഒരു കുറവില്ല. 5% സ്പെയിൻ ആരാധകരുടെ. കാരണം ഒരു തരി മതി. നമ്മളെ ഫ്ലക്സ് കണ്ടില്ലേ? 2 ദിവസം മുന്നേ അടിച്ചാ ഫ്ലക്സ്. തൂക്കി പോകാനുള്ള ഫ്ലക്സ് 2 ദിവസം മുന്നേ അടിച്ചാ. അത്രയ്ക്ക് നമ്മൾ കോൺഫിഡൻസാ. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ബ്രസീൽ ആരാധകരാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അർജന്റീന തോൽവി നമ്മൾ പ്രതീക്ഷിച്ചാണ്. 2 ഗോളിന് ശരിക്കും തോൽവി ഒരു ഗോള് സമ്മതിച്ചില്ല. അതാണ് ഫിഫ കംപ്ലീറ്റ് അർജന്റീന ടീമിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളന്ന് ബ്രസീലിന്റെ ജേഴ്സി, ബ്രസീലിന്റെ മുണ്ട് തലയിലൊക്കെ കെട്ടിയിട്ട് അന്ന് തോറ്റപ്പോ പോയതാ. പിന്നെ ഇന്നന്ന് തല പൊങ്ങിയെന്ന് തോന്നുന്നില്ലേ? അല്ലല്ല, ഞാൻ കാലിൽ പോയിട്ട് വീട്ടിൽ കിടപ്പില്ലേ. ഹലോ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ്? പറഞ്ഞത്തെ കാര്യം തോറ്റ് ഇനിയിപ്പോ എന്ത് പറയാനാണ്? അന്ന് മോശം കളിയായിരുന്നല്ലോ. മോശം കളിയാണ്. നല്ല കളി കളിച്ചിട്ട് നമ്മള് ജയിക്കില്ലല്ലോ. ഗോള് ടച്ച് ചെയ്യാൻ പോലും പലപ്പോഴും കിട്ടിയിട്ടില്ല. ഇല്ല, കിട്ടൂല. കനത്ത തോൽവി എന്ന് പറഞ്ഞാല് മത്സരത്തിന്റെ ആദ്യഘട്ടം മുതലേ അർജന്റീന എന്താ പറയാ മോശം പ്രകടനം കാഴ്ചവെച്ച്. അപ്പോ സ്പെയിൻ അറിയിച്ച വിജയം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സമയം ശക്തമായി തിരിച്ചുവരുന്ന ടീം. സംശയമാണ്, അർജന്റീന ടീമിൽ ഏറ്റവും കൂടുതൽ തവണ ബോൾ തൊട്ടത് എമിലിയാനോ മാർട്ടിനസ് തോന്നുന്നു അല്ലേ? തീർച്ചയായും നമ്മൾ മാറി പറയേണ്ട ആവശ്യം എന്താ? അങ്ങനെയായിരുന്നു. ഗോളിയായിരുന്നു ഏറ്റവും കൂടുതൽ അർജന്റീന കളി കളിച്ചത്. നെക്സ്റ്റ് സമയം തിരിച്ചു വരും. സ്പെയിൻ ആരാധകർ പാട്ട് സ്പെയിൻ തന്നെയാണോ? സ്പെയിൻ അല്ല, നമ്മൾ വേറെ ടീമാന്ന് കണ്ടാലും സ്പെയിനെതിരെ നല്ല കളിയായിരുന്നു. ഏത് ടീമായിരുന്നു? ബ്രസീലായിരുന്നു. സ്പെയിൻ അടിപൊളി കളിയായിരുന്നു. സ്പെയിൻ തന്നെയായിരുന്നോ? അടിപൊളി കളി ഉച്ചാറാക്കി. എത്ര ഫൗള് കളിച്ചാലും എന്തായാലും ജയിച്ചടക്കി കീഴടക്കി. ആദ്യം മുതലേ സ്പെയിൻ ആയിരുന്നോ? പിന്നെ ആദ്യം മുതലേ സ്പെയിനാ. നമ്മളെ കട്ടപ്റ്റർ വെച്ചിട്ടുണ്ട്. ശരി രാഹുൽ, അങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള ആരാധകരുടെ ആവേശമാണ് കാണുന്നത്. നേരത്തെ ഒരു അർജന്റീന ആരാധകൻ വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ എമിലിയാനോ മാർട്ടിനസ് ആണ് പന്തിൽ തൊട്ടത് എന്നാണ്. ശരിയാണ്.